ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്. ഓക്കെ, ഈ വെക്ടറിന് അലോങ് ആയിട്ടുള്ള 10 യൂണിറ്റുള്ള ഒരു വേറൊരു വെക്ടർ നമ്മൾ എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടെത്താം. എന്നിട്ട് ഈ 10 കൊണ്ട് മൾട്ടിപ്ലൈ. യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഡെഫിനറ്റ്ലി 1 ആണ്. ഇപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ അങ്ങനെ കണ്ടെത്താൻ ഇത് 4i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക 5 ആണ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ കിട്ടി. ഇത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം 10 യൂണിറ്റും ഉണ്ടാവും, ഇതിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബേർഡ് ഉണ്ട്, അത് പറക്കാൻ തുടങ്ങി 20 മീറ്റർ പെർ സെക്കൻഡ് അലോങ് ദിസ് വെക്ടർ. അപ്പോൾ ഈ വെക്ടറിൻ്റെ ഡയറക്ഷനാണ് അത് പറക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടറിലാണ്, വെറും 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം. അപ്പോൾ അതിൻ്റെ വെക്ടർ രീതിയിൽ എഴുതണം വെലോസിറ്റിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ വെക്ടറിൻ്റെ ഡയറക്ഷന് അലോങ് ആണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഈ 20 ഇൻറ്റു ഈ വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം വെച്ചാൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ ഈ വെക്ടറിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് യൂണിറ്റ് വെക്ടർ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ആ യൂണിറ്റ് വെക്ടർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, 20 മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അത്രേ ഉള്ളൂ. ബേർഡ് സ്റ്റാർട്ട് ഫ്ലൈയിങ് വിത്ത് സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് അലോങ് ബി. ഇവിടെ മുതൽ ഇവിടം വരെയാണ് ബേർഡ് പറക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി, അങ്ങനെ ആകുമ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടുമല്ലോ. ഇതിൻ്റെ ക്യാപ്പ് മൈനസ് ഇതിൻ്റെ ക്യാപ്പ് ചെയ്ത് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടും. അതാണ് ആർ ക്യാപ്പ്. അത് കിട്ടിയല്ലോ. ആ ആർ ക്യാപ്പ് 20 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആർ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആക്കണം, അതിൻ്റെ യൂണിറ്റ് വെക്ടർ. ബിക്കോസ് നമ്മളിപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ഇൻറ്റു ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആർ വെക്ടറാണോ? അല്ല, ആർ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ദാറ്റ് മീൻസ് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എങ്ങനെ കണ്ടെത്താം? ഇതിൻ്റെ വെക്ടർ ഇത് ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അത് എന്നിട്ട് 2 മൾട്ടിപ്ലൈ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്ര സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബേർഡ് സ്റ്റാർട്ട് ഫ്ലൈയിങ് വിത്ത് സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ഹാവിംഗ് ഇനീഷ്യൽ ഡയറക്ഷൻ വെലോസിറ്റി അലോങ് എ ബി. ഓക്കെ, അപ്പോൾ അതിന് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി നമുക്ക് ആദ്യം കണ്ടെത്താം. വെലോസിറ്റി അല്ലേ, ഇനീഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആദ്യം 20 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതാണെങ്കിലോ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എ ബി വെക്ടറിൻ്റെ ക്യാപ്പ്, എ ബി വെക്ടർ ക്യാപ്പ് ഇങ്ങനെ പറയാം. എ ബി ക്യാപ്പ് ആ ഡയറക്ഷനാണ് ഉള്ളത്. സോ അതിൻ്റെ വെക്ടർ എങ്ങനെയാണ്? 3 - 3 0 i ക്യാപ്പ് മൈനസ് 1 - 4 -3 j ക്യാപ്പ് മൈനസ് 4 k ക്യാപ്പ്. ഇത് ഡിവൈഡ് ചെയ്ത് ഇതിപ്പോൾ ഈ വെക്ടർ ആയിട്ടുള്ളൂ, യൂണിറ്റ് വെക്ടർ കിട്ടണം. അപ്പം ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് 5, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്ത് 5. അപ്പോൾ ഇത് 4. അപ്പോൾ എത്ര കിട്ടും? -12 i ക്യാപ്പ് മൈനസ് 16 j ക്യാപ്പ്. അപ്പോൾ ഇത് കിട്ടി, വെലോസിറ്റി കിട്ടിയല്ലോ. കറക്റ്റാണ്. ഇനി അടുത്ത എന്താണ്? T0ൽ ഇത്തരത്തിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏത് നമ്മുടെ ബേർഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി ഇനീഷ്യൽ വെലോസിറ്റി. തന്നെ അടുത്തത് എന്താണ് കണ്ടെത്താൻ പറയുന്നത്? മൊമെൻ്റാണ് കണ്ടെത്താൻ പറയുന്നത്. അടുത്തത് മൊമെൻ്റാണ് കണ്ടെത്താൻ പറയുന്നത്. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. വെലോസിറ്റി ഇപ്പോൾ ഞാൻ കണ്ടെത്തി, അത് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാസ് എത്രയാണ്? 2 കിലോഗ്രാം മൾട്ടിപ്ലൈ ചെയ്യുക, മൊമെൻറ്റം കിട്ടി. ഇനി കൈനറ്റിക് എനർജി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യം കണ്ടെത്തിയ വെലോസിറ്റി അറ്റ് t = 2 സെക്കൻഡ്സ്. ഞാൻ ഇപ്പം കണ്ടെടുത്ത വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അത് കാര്യമില്ല, 2 സെക്കൻഡിലുള്ള വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം v = u + at. u അറിയാം വെക്ടർ ഫോമിൽ. a ആക്സലേഷൻ അറിഞ്ഞൂടാ, പക്ഷേ ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ചെയ്താൽ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലേഷൻ കിട്ടും. അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ വെലോസിറ്റി. കറക്റ്റ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പോരാ, സിമ്പിളാണ്. അടുത്തത് മൊമെൻ്റ് ആണെങ്കിലോ ഈ പറഞ്ഞ വെലോസിറ്റി ഉണ്ടല്ലോ, ആ വരുന്ന വെലോസിറ്റിനെ കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. കൈനറ്റിക് എനർജി ആണെങ്കിലോ ഈ പറഞ്ഞ ഫൈനൽ വെലോസിറ്റി കിട്ടുമല്ലോ, ലാസ്റ്റ് ഫൈനൽ വെലോസിറ്റി ആ വെക്ടർ ഫോമിലേക്കും കിട്ടാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കിട്ടാൻ? വെക്ടർ ഫോം i ക്യാപ്പ് j ക്യാപ്പിലുണ്ടെങ്കിൽ √i ക്യാപ്പിൻ്റെ സാധനം x² + y² + z² ആണല്ലോ. എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് കിട്ടും. മാഗ്നിറ്റ്യൂഡ് എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ? ½ mv കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കൈനറ്റിക് എനർജി ടൈം 2 സെക്കൻഡ് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വെക്ടർ ഫ്രം T0 to അതായത് ഇക്വേഷൻ വെക്കുന്നത് s = ut + ½ at². ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. ആക്സലേഷൻ ഫോഴ്സിനെ കൊണ്ട് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എല്ലാം കിട്ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും കൂടി കിട്ടും, എല്ലാം കിട്ടും. വളരെ സിമ്പിൾ. ഓക്കെ, ഇനി ആൽഫയുടെ വാല്യൂ പറയുകയാണ്. ഈ വെക്ടർ എന്താണ്? യൂണിറ്റ് വെക്ടറാ പോലും. അങ്ങനെയാകുമ്പോൾ യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവണം. ദാറ്റ് മീൻസ് 0.6 ഹോൾ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ = 1. ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് എടുത്തത് വെക്ടറിൻ്റെ. 0.6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.36 പ്ലസ് ആൽഫ സ്ക്വയർ = വീണ്ടും സ്ക്വയർ ഇപ്പോൾ 1 തന്നെയല്ലേ വരാം. എന്നിട്ടോ ആൽഫ സ്ക്വയർ = 0.64 ആൽഫ ± 0.8. ഓക്കെ, പ്ലസോ മൈനസോ ആവാം കേട്ടോ ആൽഫൻ്റെ വാല്യൂ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് കുറേ വെക്ടേഴ്സ്, 1 വെക്ടർ 2 വെക്ടർ 3 വെക്ടർ, അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ടൻ്റ് വെക്ടർസ് കണ്ടെത്തുക. അതിനാണ് നമ്മൾ പോളിഗൺ ലോ ഉപയോഗിക്കുന്നത്. പോളിഗൺ ലോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടെയിൽ ലാസ്റ്റത്തെ ഹെഡ് വൈഡ് ജോയിൻ ചെയ്യുക, അതായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയാം. ആണല്ലോ, ശരി. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കുറേ വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് ഒരു വെക്ടർ ഉണ്ടാക്കാം. ഇനി ഒരു വെക്ടർ ഉണ്ടല്ലോ, ഒരു വെക്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല വെക്ടേഴ്സ് ആക്കാൻ പറ്റുന്നുണ്ട്. അതിനെന്താ പറയുക? ഒരു വെക്ടറിൻ്റെ പല കോമ്പണൻറ്റ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കിപ്പം 5 നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ 3 + 2 = 5 എന്നാണ് പഠിച്ചത്. ഇപ്രാവശ്യം ഈ 5നെ നമ്മൾ എന്ത് ചെയ്യും? 3 + 2 എന്ന രീതിയിൽ എഴുതും. അപ്പം
ഒരു സാധനത്തിന് 2-3 സാധനങ്ങളായിട്ട് മാറ്റാം. അതെവിടെ യൂസ് ചെയ്യാൻ നമുക്കത് നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. എക്സ് ആക്സിൽ വൈ ആക്സിലായിട്ട് കോമ്പണൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫോഴ്സസ് ആണെങ്കിൽ എന്ത് വെക്ടേഴ്സ് ആണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ലാസ്റ്റ്. അതുകൊണ്ടാണ്. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതാ ഈ വെക്ടർ തന്നെ സെയിം ആർ വെക്ടർ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആർ വെക്ടറിനെ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനൊരു വെക്ടർ ഉണ്ട്, ഇതാണ് നമ്മൾ ആർ വെക്ടർ എന്ന് വിചാരിച്ചോ. ആർ വെക്ടർ ഫസ്റ്റത്തെ ഈ വെക്ടർ, പിന്നൊരു വെക്ടർ, പിന്നൊരു വെക്ടർ, പിന്നൊരു വെക്ടർ, പിന്നൊരു വെക്ടർ, അങ്ങനെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് വെക്ടർ ആയിട്ട് നമുക്ക് ഇങ്ങനെ യോജിച്ചുകൂടെ. ഈ വെക്ടർ, ഈ വെക്ടർ, ഈ വെക്ടർ, ഈ വെക്ടർ, ഈ വെക്ടർ എല്ലാം കൂട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ആർ വെക്ടർ ഉണ്ടാവുക. അപ്പം ഒരു വെക്ടറിനെ നമുക്ക് എത്ര ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ നോർമൽ കോമ്പണൻസ് ആയിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ക്വയർ കോമ്പണൻസ് ആണ് എടുക്കാൻ പോകുന്നത്. സ്ക്വയർ കോമ്പണൻസ് അല്ല, റെക്ടാങ്കുലർ കോമ്പണൻസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, എ വെക്ടർ എന്ന് പറഞ്ഞാൽ അത് തീറ്റ ആംഗിൾ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ശരി, അപ്പോൾ സാർ ഇതവിടെ വരച്ചാൽ നമ്മൾ എ എക്സ് അതേപോലെ എ വൈ വെക്ടേഴ്സ് ഉണ്ട്. ഇത് പ്രത്യേകം എന്താ, ഈ എ എക്സ് വെക്ടർ പ്ലസ് എ വൈ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ വെക്ടറിനല്ല നോക്കി നോക്കുക, അക്കോർഡിംഗ് ടു ട്രയാങ്കിളോ ഹെഡ് ടൈൽ ജോയിൻ ചെയ്യുന്ന ഇതാ ട്രയാങ്കിളോ കറക്റ്റ് തന്നെയല്ലേ ആണ്. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് ഞാൻ ഇപ്പോൾ ഈ വെക്ടറിനെ, ഈ റെഡ് കളർ വെക്ടറിനെ ഞാൻ രണ്ട് വെക്ടേഴ്സായി സ്പ്ലിറ്റ് ചെയ്തനല്ലോ, ഈ വെക്ടർ ഈ വെക്ടറായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന്. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സായി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ, അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആണ്, ഇവർ രണ്ടാളും പെർപെൻഡിക്കുലർ ആണ്. സോ അത്തരത്തിലുള്ള ഒരു വെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പണൻസിനാണ് പറയാൻ എന്ത്, റെക്ടാങ്കുലർ കോമ്പണൻസ് എന്ന്. റെക്ടാങ്കുലർ കോമ്പണൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ഫിസിക്സിൽ യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വെക്ടറായിട്ട് എഴുതുന്നത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ നമുക്കറിയണം. അല്ല എ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ വാല്യൂ. സോ അതെങ്ങനെ കണ്ടെത്താം, ഇതിപ്പോൾ എ എക്സ് ആണല്ലോ, ശരി, ഞാൻ എന്ത് ചെയ്യും, കോസ് തീറ്റ എടുക്കുന്നു. കോസ് തീറ്റ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് അറിയണം, ഇതിൻ്റെ എക്സ് എന്ന് വിളിക്കാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്യാൻ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തിനാണ് തന്നിട്ടുണ്ടാവും അല്ലേ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ന്യൂസ് നമുക്ക് വേണ്ട എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ കോസ് തീറ്റ. സിമിലർലി ഒന്നും കൂടി ട്രിഗണോമെട്രി ഉപയോഗിച്ചാൽ ഇതിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് എ സൈൻ തീറ്റയാണ്. ശരി, അങ്ങനെ ആകുമ്പോൾ ഈ വെക്ടർ എ എക്സ് വെക്ടറിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര, എ കോസ് തീറ്റ. അതിൻ്റെ ഡയറക്ഷൻ എവിടെയാണ്, ഒരു യൂണിറ്റ് വെക്ടർ അലോ എക്സ് ആക്സിസ്, അതിന് നമ്മൾ ഐ ക്യാപ്പ് എന്ന് വിളിക്കാം. എ വൈനെ എങ്ങനെ വിളിക്കാൻ, അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ സൈൻ തീറ്റ. അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അലോങ് ജെ ക്യാപ്പ് ആണെങ്കിൽ വൈ എക്സ് ആണെങ്കിൽ ജെ ക്യാപ്പ്. അപ്പം നമുക്ക് കിട്ടി. ഈ വെക്ടർ നമ്മൾ സാധാരണ ഈ രീതിയിലല്ല റെപ്രസെൻറ്റ് ചെയ്യാൻ. ഇപ്പം ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെക്ടറായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇങ്ങനെ ഉണ്ടാവുക. ഈ വെക്ടറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് സാധാരണ നമ്മൾ കാണപ്പെടുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ ട്രയാങ്കുലറോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ തീറ്റയുടെ അടുപ്പിച്ചിട്ടുള്ള നമുക്ക് ഒരു വെക്ടറിനെ രണ്ട് കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ രണ്ട് കോമ്പണൻസിന് പ്രത്യേകത എന്നാൽ ആ രണ്ട് കോമ്പണൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ രീതിയിൽ എടുക്കണം. അപ്പം ഈ ഒരു ഇതിനെ നമ്മൾ പറയും എ കോസ് തീറ്റ എന്ന് പറയും. ആംഗിൾ ഇത് തീറ്റയായിട്ട് അടുപ്പിക്കുന്ന എ കോസ് തീറ്റ, തീറ്റയായിട്ട് അകന്ന് നിൽക്കുന്നത് എ സൈൻ തീറ്റ. അങ്ങനെ നമ്മൾ പണ്ട് ഓർമ്മിക്കലും. ഓക്കെ, അങ്ങനെ അതാ വെക്ടേഴ്സായിട്ട് രണ്ട് വെക്ടേഴ്സായിട്ട് ഈ വെക്ടറായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഒരു വെക്ടർ രണ്ട് വെക്ടേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അത്ര വളരെ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ അതാ ഇവിടെ നമുക്ക് 10 ന്യൂട്ടൻ്റെ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വെക്ടർ ഫോമിൽ എഴുതണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ടിനും സ്പ്ലിറ്റ് ചെയ്യും. വെക്ടർ ഫോമിൽ എഴുതാൻ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്താ, എഫ് കോസ് 37 എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു 4/5 എഫ് 10 ആട്ടോ. സോ 10 ടു 8. ഇത് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 8 ഇവിടെ വന്ന് അതിൻ്റെ ഐ ക്യാപ്പ് അല്ല ഡയറക്ഷൻ. സോ ഐ ക്യാപ്പ് പ്ലസ് ഇവിടെ മുകളിലോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്തതിനാൽ 10 ഇൻറ്റു സൈൻ 37 എന്ന് പറഞ്ഞാൽ അത് 6 ആണ്. സോ 6 ഡയറക്ഷൻ എത്രയാണ്, ജെ ക്യാപ്പ്. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു വെക്ടർ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടോറിക്കൽ ഫോമിൽ ഒരു സാധനത്തിന് എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ രണ്ട് വെക്ടേഴ്സിന് 10 ന്യൂട്ടൺ അവർ തമ്മിൽ ആംഗിൾ ഉണ്ട്. നമ്മളിപ്പോൾ പണ്ട് റിസൾട്ടിൻ്റെ വേണ്ടിയിട്ട് നമുക്ക് റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ അറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10√3 കിട്ടും. ഉപയോഗിക്കാൻ നമുക്ക് കുറച്ചുകൂടി വെക്ടോറിക്കൽ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്ക് റിസൾട്ടൻ്റ് വെക്ടർ തന്നെ ആയിരിക്കുമല്ലേ, രണ്ട് വെക്ടേഴ്സ് ജോയിൻ ചെയ്താൽ രണ്ട് വെക്ടേഴ്സിന് കിട്ടും റിസൾട്ടൻ്റായിട്ട്. പക്ഷേ നമുക്ക് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്ന മെത്തേഡ് അറിയുള്ളൂ. പക്ഷേ ആ വെക്ടറായിട്ട് തന്നെ കിട്ടണമെങ്കിൽ റിസൾട്ടൻ്റ് അന്നേരം നമ്മൾ ഈ കോമ്പനൻറ്റ് മെത്തേഡ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പിടിച്ച് കോമ്പനൻ്റ് ആക്കും. ഇത് നമുക്ക് ഈ ഒരു ഇതിനാണ് നമുക്ക് അടിയിൽ തന്നെ കോമ്പനൻ്റ് ആക്കണം, ബിക്കോസ് അത് എക്സ് ആക്സിസ് തന്നെയാണുള്ളത്. മുകളിൽ തന്നെ ഞാൻ മുകളിലൊരു കോമ്പനൻ്റ് ആക്കും. 10 sin 60 എന്ന് പറഞ്ഞാൽ √3/2 ദാറ്റ് മീൻസ് 5√3 അല്ല, ഡയറക്റ്റ് തന്നെ എഴുതാം, അതാണല്ല 5√3. ഇതിന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു കോമ്പനൻ്റ് ആക്കും. 10 cos 60 എന്ന് പറഞ്ഞാൽ 1/2 സോ 5. അപ്പോൾ നമുക്ക് നോക്കിയോ മനസ്സിലാവും ഇവിടുത്തെ രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്തുകൂടെ, യെസ്. സോ 10 + 1 10 + 5 15. ഡയറക്ഷൻ എന്തെന്നാ എക്സ് ആക്സിസ് ആണല്ലോ, സോ നമുക്ക് പറയാൻ വേണ്ടി 15 ഐ ക്യാപ്പ്. ഇതെവിടെ 5√3
അതെവിടെയാണ് ഡയറക്ഷൻ ഏതാ ജെ ക്യാപ്പ്. അങ്ങനെ നമുക്ക് വെക്ടോറിക്കൽ ഫോമിൽ എഴുതാം. എന്നിട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത 10√3 തന്നെ കിട്ടാൻ. അടുത്തേക്ക് ഇത് 2-3 വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 2-3 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി എന്താണ് നമ്മുടെ അഥവാ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മറ്റേ ഇക്വേഷൻ a² + b² അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കുറേ ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോമ്പനൻറ്റ് മെത്തേഡിൻ്റെ കൂടുതൽ യൂട്ടിലൈസേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം എക്സ് ആക്സിസും വൈ ആക്സിസും എല്ലാ വെക്ടേഴ്സിനും എക്സ് ആക്സിസും വൈ ആക്സിസിൻ്റെയും ഭാഗത്തോട്ടായിട്ട് നമ്മൾ കോമ്പനൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അന്നേരം നമുക്ക് സിമ്പിളായിട്ട് എല്ലാം ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലാക്കാം. ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 20യുടെ എത്ര 20 cos 37, ഇതിനെ 20 cos 37 ആക്കാം. ഇതിനെ 20 sin 37 ആക്കാം. ഇതിന് 10 cos sin 37 ഇവിടത്തേക്ക് 10 cos 37. അപ്പോൾ എല്ലാം കട്ടായി എല്ലാം ബാക്കി ചെയ്തോ. വളരെ സിമ്പിൾ. ഇതിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളത്. ഇത് ഓരോ ക്വസ്റ്റ്യൻസും ഇതെല്ലാം വളരെ ബേസിക്കാണ്. എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ എക്സ് ആക്സിസിനും വൈ ആക്സിസിലായിട്ട് കോമ്പനൻ്റായി ഡിവൈഡ് ചെയ്യുക. ബാക്കി എന്താണ് ഐ ക്യാപ്പാണോ മൈനസ് ഐ ക്യാപ്പാണോ അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ വെക്ടറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് സേവ് കുറേ ഫോർമുലസ് ഉണ്ട്. എന്ത് ചെയ്യുക, ഇതിനെ 10 cos ഈ ഭാഗത്തേക്ക് എല്ലാ ഈ പറഞ്ഞ വെക്ടേഴ്സിനെയും എക്സ് ആക്സിൻ്റെയും വൈ ആക്സിൻ്റെയും കോമ്പനൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 10 cos 45 ഉണ്ട്, ഇവിടെ 10 sin 45 ഉണ്ട്, അതേപോലെ ഇവിടെ 10 cos 37 ഉണ്ട്, ഇവിടെ 10 sin 37 ഉണ്ട്, ഇവിടെ 20 cos 37 ഉണ്ട്, ഇവിടെ 20 sin 37 ഉണ്ട്, 20√2 cos 45 ഉണ്ട്, 20√2 sin 45 ഉണ്ട്. അതെല്ലാം ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് കിട്ടുന്ന സാധനങ്ങൾ ആഡ് ചെയ്ത് ഇത്ര സിമ്പിൾ അല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, എഫ് നെറ്റ് വൈ ആക്സിന് അലോങ് ആണ്. ശരി, അങ്ങനെയാണ് പറയുന്നത്. ലാസ്റ്റത്തെ റിസൾട്ടൻറ്റ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 44 ഫൈൻഡ് F1 ആൻഡ് F2. ഇത് കുറച്ചുകൂടി നല്ല ബെറ്ററാണ്, കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മോളിലോട്ടേക്ക് ഓൾറെഡി 20 ന്യൂട്ടൺ ഉണ്ട്. ലാസ്റ്റ് എഫ് നെറ്റ് എവിടത്തേക്കാണ്? വൈ ആക്സിസിലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എക്സ് ആക്സിസിൽ ഒരു ഫോഴ്സും റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. അങ്ങനെയാകുമ്പോൾ എക്സ് ആക്സിലെ ഫോഴ്സസ് ഒന്നും നമുക്ക് ഇതിനെ F1 cos 37 F1 cos 37 എന്ന് പറഞ്ഞാൽ വേഗം പറയാം 4/5 ആണ്. ഓക്കെ, ശരി. അപ്പോൾ എക്സ് ആക്സിസിൽ ഒരു ഫോഴ്സും ഇല്ല. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ F1 ഉം F2 അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആവുന്നുണ്ടെന്നല്ല. അതുകൊണ്ടല്ലേ എക്സ് ആക്സിൽ ഒരു ഫോഴ്സും ഇല്ലാത്തത്. അങ്ങനെ പറയുമ്പോൾ എനിക്കിത് F2 ആയിട്ട് ഇക്വേറ്റ് ചെയ്തൂടെ? ശരി, ഇക്വേറ്റ് ചെയ്യാം. ഇനി വൈ ആക്സിസിലുള്ള ഫോഴ്സസ് ആരൊക്കെയാണ്? അതാകെ ഇവനേ ഉള്ളൂ. ആര്? F1 sin 37 മോളോട്ടേക്ക് കോമ്പനൻസ് എടുത്തപ്പോൾ sin 37 എന്ന് പറഞ്ഞാൽ 3/5 ഈക്വൽ ടു അല്ല പ്ലസ് വേറൊരു ഫോഴ്സും കൂടി 20 ന്യൂട്ടൻ്റെ അല്ലേ? അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര മാഗ്നിറ്റ്യൂഡ് റിസൾട്ടൻറ്റിൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 44 പോലും. ശരി, അങ്ങനെ ആകുമ്പോൾ F1 3/5 ഈക്വൽ ടു 24. അങ്ങനെ കിട്ടുമ്പോൾ ഇത് 8 ക്യാൻസൽ. F1 ഈക്വൽ ടു എത്ര കിട്ടി? 40 കിട്ടി. F1 40 ആണെങ്കിൽ F2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 × 4 40 × 4 ഡിവൈഡ് ബൈ 5 അല്ലേ 8. ഓക്കെ, 32. F1 40, F2 32. ഇനി ഒരു വെക്ടർ ഉണ്ട്, എ വെക്ടർ എന്ന് പറഞ്ഞിട്ട്. ആ വെക്ടർ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെ കണ്ടെത്തും? ഒരു ഡൗട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ആംഗിൾ എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു കോസ് ആംഗിളിനെ ആൽഫ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്. നോക്കി, ഇത് ഈ വെക്ടർ നമ്മൾ കമ്പനൻ്റ് സ്പ്ലിറ്റ് ചെയ്തു. എക്സ് ഉണ്ട്, എ വൈ ഉണ്ട്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡിൻ്റെ എ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ തൽക്കാലം എ എക്സ് എന്ന് തന്നെ വിളിക്കുകയാണ്. എക്സ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് എ എക്സ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം എ കോസ് തീറ്റയാണ്. പക്ഷേ നമ്മളിപ്പോൾ കോസ് ആൽഫ കണ്ടെത്താനല്ല പോകുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ മാഗ്നിറ്റ്യൂഡ് കോസ് ആൽഫേൻ്റെ കൊണ്ടുവരാൻ വേറൊരു കോസ് ആൽഫേൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എ എക്സ് ഡിവൈഡ് ബൈ എ ഹൈപ്പോട്ടിന്യൂസ് അഡ്ജസ്റ്റഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, റൈറ്റ്? കോസ് ബീറ്റ ആണെങ്കിലോ, ബീറ്റ എന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ വെക്ടർ വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നോക്കിക്കോ അഡ്ജസ്റ്റഡ് സൈഡ്. അപ്പോൾ എ വൈ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അത് എ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ സെഡ് ആക്സിസ് ആയിട്ട് ഈ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഗാമയാണെങ്കിൽ കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സിമിലർ തന്നെ ആയിരിക്കും. എങ്ങനെയാണ്? കോസ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എ സെഡ് ഡിവൈഡ് ബൈ എ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ ഡയറക്ഷണൽ കൊസൈൻസ് വിളിക്കുക. ഒരു വെക്ടർ ഓരോ ആക്സിസ് ആയിട്ട് ആംഗിൾസ് ഉണ്ടാക്കും. അതിൻ്റെ കൊസൈൻ ആണ് ഡയറക്ഷണൽ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെക്ടറിൻ്റെ എന്ത് ചെയ്യുക? ഈ വെക്ടറിൻ്റെ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എക്സ് ഡിവൈഡ് ബൈ ഇതിൻ്റെ എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ √(x² + ay² + az²). ഇത് എന്താണ്? കോസ് ബീറ്റ എന്ന് വെച്ചാൽ വൈ ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ വൈ ഡിവൈഡ് ബൈ എയുടെ മാഗ്നിറ്റ്യൂഡ് എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മറ്റേതാണെങ്കിൽ കോസ് ഗാമയാണെങ്കിൽ എ സെഡ് ഡിവൈഡ് ബൈ എയുടെ മാഗ്നിറ്റ്യൂഡ്. ഇത്ര സിമ്പിളാണ്. ഓക്കെ, പിന്നെ ഇതൊന്ന് cos² ആൽഫ + cos² ബീറ്റ + cos² ഗാമ ഒന്ന് ചെയ്ത് നോക്കിക്കാൻ മനസ്സിലാവും. അത് 1 ആണ് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് sin² ആൽഫ + sin² ഗാമ എങ്ങനെ എത്തും? cos² ആൽഫ = 1 - sin² ആൽഫ. നമുക്കറിയാം ബേസിക് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അതിവിടെ യൂട്ടിലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് sin² ആൽഫ + sin² ബീറ്റ + sin² ഗാമ = 2 ആണ് കിട്ടുന്നത്. ജസ്റ്റ് ഇതാ ഇവിടെ 1 1 1 3 ആയി. 3 ഉണ്ടല്ലോ, അതിങ്ങോട്ട് പോയി -2 ആയി. -2 ഇവിടുന്ന് മൈനസ് കട്ടായി 2 ആയി. അത്രയേ ഉള്ളൂ. ഈ ചങ്ങാതിൻ്റെ ഡയറക്ഷണൽ കൊസൈൻ കണ്ടെത്തണം പോലും. അപ്പോൾ കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 ഡിവൈഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഓക്കെ, 5√2. സോ 5√2. കോസ് ബീറ്റ ആണെങ്കിൽ കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 5√2. മറ്റേതാണെങ്കിൽ 5 ഡിവൈഡ് ബൈ
5 റൂട്ട്. ഇത്ര സിമ്പിളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഓക്കെ ഒരു വെക്ടർ ഉണ്ട്, അത് എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്, വൈ ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആണ്. ആംഗിൾ ബീൻ ബൈ വെക്ടർ എ വിത്ത് സെഡ് ആക്സിസ്. അപ്പോൾ നമുക്കൊരു കാര്യം കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ അത് ഉപയോഗിച്ചുകൂടെ ആ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് ആംഗിൾ എത്രയുണ്ട്? കോസ് ആൽഫ എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന എത്രയാണ്? 30 ഡിഗ്രി. സോ നമുക്ക് രണ്ടും കോസ് സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ എത്ര? അത് √3/2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ എത്രയാണ്? മീൻ കോസ് 45യുടെ സ്ക്വയർ എത്രയാണ്? അതെന്താണ് 1/4 1/4 അല്ല 1/2. ഓക്കെ, പ്ലസ് കോസ് സ്ക്വയർ ഗാമ അത് നമുക്ക് എക്സസൈസ് ഉണ്ടാക്കുന്ന അറിയില്ല ഇസിക്കൽ ടു 1. അത് നമ്മൾ ബേസിക് റിലേഷന്. അപ്പോൾ ഇത് നമുക്കിനി ഇതിനെ ഡബിൾ ചെയ്തിട്ട് ചെയ്യാം. 2/4 ആക്കാം, നേരം 5/4 കിട്ടും. അപ്പം കോസ് സ്ക്വയർ ആൽഫ ഗാമ കേട്ടോ. ഗാമ ഇസിക്കൽ ടു 1 - 5/4 ഇസിക്കൽ ടു -1/4. ഓ, കോസ് സ്ക്വയർ ഗാമ ഇസിക്കൽ ടു -1/4 അങ്ങനെ കിട്ടും. ഒരു സ്ക്വയർ സാധനം എപ്പോഴെങ്കിലും ഒരു മൈനസ് വാല്യൂ കിട്ടുക. സോ ഇറ്റ്സ് നോട്ട് ആക്ച്വലി പോസിബിൾ, മാത്തമാറ്റിക്കലി പോസിബിൾ അല്ല. സോ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ ഒരു വെക്ടർ പോലും ഇല്ല. എക്സ് ആക്സിസ് ആയിട്ട് 30 ഉണ്ടാക്കുന്ന, വൈ ആക്സിസ് ആയിട്ട് 45 ഉണ്ടാക്കുന്ന ഒരു വെക്ടർ പോലും ഇല്ല എന്നാണ് അതിൻ്റെ. ഓക്കെ, ഇനി ഒരു വെക്ടർ വന്നിട്ടുണ്ട്. അത് വെക്ടർ ആഡ് ചെയ്യണമെങ്കിൽ സാധാരണ 6 + 2 8 ഐ ക്യാപ്പ് പ്ലസ് 8 ജെ ക്യാപ്പ് പ്ലസ് മൈനസ് ആണെങ്കിലും സെയിം പരിപാടി. ഡബിൾ ആണെങ്കിൽ ഈ വെക്ടർ കംപ്ലീറ്റ് എല്ലാ കോമ്പണൻസിനും ഡബിൾ ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വെക്ടർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യാൻ 2 തരത്തിലുള്ള സ്കെയിലാർ വെക്ടർ. അത് അടുത്ത ക്ലാസ് പഠിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അതാണ് ബെറ്റർ. അപ്പോൾ ഫൈൻഡ് സി വെൻ വിച്ച് ആഡഡ് ടു റിസൾട്ടൻറ്റ്. ഓക്കെ, സി വെക്ടർ കണ്ടെത്താനാണ് പറയുന്നത്. ആഡഡ് ടു റിസൾട്ടൻറ്റ് എ ആൻഡ് ബി ഗിവ്സ് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ്. റിസൾട്ടൻറ്റ് ഓഫ് എ ആൻഡ് ബിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് എ വെക്ടർ പ്ലസ് ബി വെക്ടറിലേക്ക് ഒരു സി വെക്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ് ആണ് കിട്ടുന്നത്. ശരി, അപ്പോൾ യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഐ ക്യാപ്പ് ആണ് ലാസ്റ്റ് കിട്ടണത്. 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ ആഡ് ചെയ്യുന്ന സമയത്ത്. ശരിക്ക് ഓക്കെ, എ വെക്ടർ എന്തായിരുന്നു? എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഓൾറെഡി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 8 ഇത് സാധനം റൈറ്റ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു സി വെക്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് എന്താ കിട്ടാൻ? ഐ ക്യാപ്പ് ആവുമല്ലോ കിട്ടാൻ. ശരി, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇത് പോകണം, ഈ വെക്ടർ ഇത് പോകണം, ഇതും പോകണം. അപ്പോൾ നമ്മൾ സി വെക്ടറിൻ്റെ ജെ ക്യാപ്പും കെ ക്യാപ്പിലും എന്താ ഉണ്ടാവാൻ? -8 ജെ ക്യാപ്പും ഉണ്ടാവും പ്ലസ് -5 കെ ക്യാപ്പും ഉണ്ടാവും. അന്നേരം ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 8ഉം -8ഉം 0 ആവും. അതേപോലെ 5ഉം -5ഉം 0 ആവും. അപ്പം കെ ക്യാപ്പിനും ജെ ക്യാപ്പിനും കോമ്പണൻസ് പോയി. ശരി, ഇനി ഐ ക്യാപ്പിൽ ഉള്ള സാധനം എന്തെന്നാൽ അത് 1 വരണം അല്ലേ? അത് 1 ഐ ക്യാപ്പ് എന്ന രീതിയിൽ വരണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ -7 വരും ഐ ക്യാപ്പ്. അന്നേരം -7 ഐ ക്യാപ്പ് വരുന്ന സമയത്ത് അത് ആഡ് ചെയ്യുമ്പോൾ ഐ ക്യാപ്പ് മാത്രം വരും, ബാക്കി രണ്ടും ഫുള്ള് കട്ടായി പോകും. സോ ഇറ്റ്സ് സിമ്പിൾ, -7 ഉത്തരം. അടുത്തത് ഫൈൻ ഡയറക്ഷണൽ കൊസൈൻ ഓഫ് 2a - 3b. 2a - 3b നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോസ് ബീറ്റ കോസ് ഗാമ സിമ്പിൾ അല്ലേ? ആ ഒരു എക്സ് ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വൈ ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സെഡ് ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മീൻസ് ആ കംപ്ലീറ്റ് വെക്ടറിൻ്റെ